വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കുന്നത് ICSE സ്പെസിമെൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോബ്ലം ബേസ്ഡ് ഓൺ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഈ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടുന്ന നമുക്ക് ബേസിക്സ് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫോർമുലാസ്, കുറച്ച് അറിയേണ്ട കോൺസെപ്റ്റ്സ് ഉണ്ട്. നമുക്ക് ആദ്യമേ അതിലേക്ക് പോകാം. പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കെമിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ട ബേസിക് ഐഡിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so basically അറിയേണ്ടത് 1 RMM of a substance is equal to 1 mole ആണ്. ഓക്കെ, which is equal to 22.4 liters at STP, which contain 6.022 into 10 raised to 23 particles. ഓക്കെ, അതായത് ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അതിൻ്റെ 1 RMM എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? 1 RMM is equivalent to 1 mole. ഓക്കെ, അതിൻ്റെ 1 RMM തന്നെയായിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് 1 mole. ആൻഡ് 1 mole of that substance will occupy 22.4 liters at STP. അത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും occupy ചെയ്യുന്ന വോളിയം 22.4 liters ആയിരിക്കും. Okay, and that same 1 mole contain 6.022 into 10 raised to 23 particles. Okay, particles, ions, molecules എന്തായാലും. അപ്പം 1 RMMനകത്ത് എത്ര പാർട്ടിക്കിൾസ് കാണുമെന്ന് ചോദിച്ചാൽ 6.022 into 10 raised to 23 പാർട്ടിക്കിൾസ് കാണും. 1 RMM occupy ചെയ്യുന്ന വോളിയം എത്രയെന്ന് ചോദിച്ചാൽ 22.4 liters ആണ്. 1 mole occupy ചെയ്യുന്ന വോളിയം എത്രയെന്ന് ചോദിച്ചാൽ 22.4 liters ആണ്. 1 മോളിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022 into 10 raised to 23 particles ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് നോക്കാം. ഓക്കെ, ലെറ്റ് us consider ഓക്സിജൻ ഗ്യാസ്. ഓക്സിജൻ ഗ്യാസിൻ്റെ RMM 32 grams ആണ് അല്ലേ. അപ്പം ഈ ഓക്സിജൻ ഗ്യാസിൻ്റെ 32 gram ആണ് അതിൻ്റെ 1 mole എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 mole of an oxygen gas is equivalent to 32 gram. ഈ 32 gram STPയിൽ occupy ചെയ്യുന്ന വോളിയമാണ് എത്ര? 22.4 liters. ഓക്കെ, ഈ 32 gram ഓഫ് ഓക്സിജനകത്ത് എത്ര പാർട്ടിക്കിൾസ് കാണും? 6.022 into 10 raised to 23 പാർട്ടിക്കിൾസ് കാണും. ഓക്കെ, അത് STPയിൽ 22.4 liters വോളിയം occupy ചെയ്യും. അതേപോലെ ഈ 32 ഗ്രാമിനകത്ത് എത്ര പാർട്ടിക്കിൾസ് കാണും? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും കാണും. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് us consider the case of നൈട്രജൻ. ഓക്കെ, നൈട്രജൻ്റെ RMM എത്രയാണ്? 28 grams ആണ് അല്ലേ. അപ്പോൾ 28 grams ആയതുകൊണ്ട് 28 grams of nitrogen is equivalent to 1 mole. 1 mole of nitrogen എന്ന് പറയുന്നത് എത്ര gram ആണ്? 28 gram ആണ്. ഈ 28 gram തന്നെയാണ് 22.4 liters ഓഫ് വോളിയം occupy ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഈ 28 gramsനകത്ത് എത്ര പാർട്ടിക്കിൾസ് കാണും? 6.022 into 10 raised to 23 പാർട്ടിക്കിൾസ് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, വി നോ നമ്പർ ഓഫ് മോൾസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ ഗിവൺ മാസ്. നമുക്ക് ക്വസ്റ്റിനകത്തൊരു മാസ് ഓൾറെഡി തന്നിരിക്കും. ഗിവൺ മാസിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയാവും? RMM, തന്നിരിക്കുന്ന ആ കോമ്പൗണ്ടിൻ്റെ RMM വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തന്നിരിക്കുന്ന മാസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഗിവൺ ബൈ ദ ഫോർമുല ഗിവൺ മാസ് ബൈ RMM. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് us consider the case of മീതെയിൻ. ഓക്കെ, മീതെയിൻ ആകുമ്പോൾ CH4 ആണ്. അതിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ RMM എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ 12 + 4 which is 16 grams അല്ലേ. അപ്പോൾ 16 gram മീതെയിൻ എടുത്താൽ അതാണ് അതിൻ്റെ 1 RMM. 16 gram is equivalent to 1 RMM of മീതെയിൻ. അപ്പോൾ 1 mole ഓഫ് മീതെയിൻ്റെ മാസ് എന്തായിരിക്കും? 1 മോളിൻ്റെ മാസം ഇത് തന്നെ ആയിരിക്കില്ലേ, 16 gram ആയിരിക്കും മീതെയിൻ്റെ 1 mole എന്ന് പറയുക. ഓക്കെ, അത് എത്ര വോളിയം occupy ചെയ്യും at STP? 22.4 liters STPയിൽ occupy ചെയ്യും. ആൻഡ് which contain 6.022 into 10 raised to 23 particles. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ഇക്വേഷൻ is 1 RMM is equal to 1 mole which is equal to 22.4 liters which is equal to 6.022 into
10⁻23. അതായത് ഏതൊരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെയും RMM കാൽക്കുലേറ്റ് ചെയ്താൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? 1 മോളിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദിസ് 1 മോൾ വിൽ ഓക്യുപ്പൈ 22.4 liters at STP, which contain 6.022 into 10⁻23 particles. ഇതാണ് നമ്മുടെ കെമിക്കൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇത് ക്ലിയർ ചെയ്താൽ ബാക്കി ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ.